അത് നമ്മുടെ അനുഭവമാണ്. ഇന്ന് വരെ ഈ നിമിഷം നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ ദൈവം നടത്തിയതല്ലാതെ, ദൈവം തന്നതല്ലാതെ, ദൈവം ചൊരിഞ്ഞതല്ലാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ, പത്രോസിനോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിന്നെ പാറ്റിക്കളയാൻ പലവട്ടം പിശാച് ചോദിച്ചു. നിന്നെ പാറ്റിക്കളയാൻ പലവട്ടം ചോദിച്ചു. പക്ഷെ ഞാൻ അതിനെ തടുത്തു. അതേ ശബ്ദം ഇന്ന് പകൽ പറയാൻ പരിശുദ്ധാത്മാവ് പറയുക. ഇന്ന് പകൽ ജീവനോടെ നമ്മൾ പിടിയിരിക്കാൻ കാരണം, ഈ ശബ്ദം കേൾക്കാൻ കാര്യം, ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ കാരണം, നമ്മൾ കഴിച്ച മരുന്നിന്റെ, നമ്മൾ കാണുന്ന ഡോക്ടറിന്റെ, നമ്മൾ പോകുന്ന ആശുപത്രിയുടെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മിടുക്കല്ല. ഇന്ന് പകൽ കൂടെ നമ്മെ നിർത്തിയ, ഇന്ന് പകൽ കൂടെ നമ്മളെ നടത്തിയ, ഇന്ന് പകൽ കൂടെ ശ്വാസമെടുത്ത് തിരിച്ചുവിടാൻ അനുവാദം തന്ന, നന്ദി പറയാൻ തുടങ്ങുമ്പോ പരിശുദ്ധാത്മാവ് ചില കല്ലുകൾ ഉരുണ്ട് മാറുകയാ. ഇന്ന് ചില കഷ്ടതകൾ ഉരുണ്ട് മാറുകയാ. ഇരുമ്പ് കൈവച്ച് പാറയൊക്കെ തെങ്ങൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോകും അല്ലെ, തെങ്ങെല്ലാം ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് JCB പോകും. പരിശുദ്ധാത്മാവിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ കരം, കർത്താവിന്റെ കരം. ഇന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒരു കരം എഴുന്നേറ്റ് വരും. കർത്താവിന് നന്ദി പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു കരം എഴുന്നേറ്റ് വരും. കർത്താവിന് നന്ദി പറയുമ്പോ, അപ്പാ ഞാൻ എത്തിയതല്ല, ഞാൻ വന്നതല്ല, ഇതുവരെ എന്നെ കൊണ്ടുവന്ന കർത്താവേ, നന്ദി പറയാൻ തുടങ്ങുമ്പോ ബൈബിളിൽ പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം എന്ന യാഗം, കർത്താവിന് ആരാധന കൊടുക്കുമ്പോ